Hi dears, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ SCERT സിലബസ് ചാപ്റ്റർ 6 കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിലെ ഏറ്റവും അവസാനത്തെ പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുന്നത് വളരെ നല്ലതാണ്. അവർക്ക് വേണ്ടിയിട്ട് അതിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതോടൊപ്പം തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും പറ്റും. കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട്, കുറച്ച് കാര്യങ്ങളെ നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ ഒരു പോർഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതല്ല. എല്ലാതും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാതും അത് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പേജ് നമ്പർ 146 5th പ്രോബ്ലം ആണ് കേട്ടോ പറയുന്നത്. ഒരു ത്രികോണത്തിന്റെ മൂലകൾ 1, 2, 2, 3, 3, 1 എന്നീ ബിന്ദുക്കളാണ്. ഇതിന്റെ പരിവൃത്തത്തിന്റെ കേന്ദ്രവും ആരവും കണ്ടുപിടിക്കുക. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ത്രികോണം, അതിന്റെ 3 മൂലകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1, 2, 2, 3, 3, 1 എന്ന് പറഞ്ഞിട്ട് 3 മൂലകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ത്രികോണത്തിന്റെ പരിവൃത്തം വരച്ചാൽ ആ പരിവൃത്തത്തിന്റെ കേന്ദ്രം, സെന്റർ കാണാം. സർക്കം സെന്റർ അല്ലെ, സർക്കം സർക്കിൾ. ഈ 3 ABC എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ABCയിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെന്താ വിളിക്കും? സർക്കം സർക്കിൾ അഥവാ എന്ത് വിളിക്കും? പരിവൃത്തം എന്നാണ് നമ്മൾ അതിന് പറയാം. അപ്പോ അതിന്റെ സെന്റർ, കേന്ദ്രം, പരിവൃത്തത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സർക്കം സെന്റർ അത് കണ്ടെത്തണം. അതായത് ഈ പോയിന്റ് എത്രയായിരിക്കും, ഇതിന്റെ കോർഡിനേറ്റ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാണണം സർക്കം റേഡിയസും കാണണം. അതായത് പരിവൃത്തത്തിന്റെ ആരം അത് കാണണം. അതായത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കുമല്ലോ ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം, അത് തന്നെയായിരിക്കും ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം അല്ലെ. സെന്ററിൽ നിന്നും ഈ 3 പോയിന്റുകളിലേക്കുള്ള ദൂരം സെയിം ആയിരിക്കും. അത് നമ്മുടെ സർക്കം റേഡിയസ് ആണ് വരുന്നത്. അപ്പൊ റേഡിയസ് എല്ലായ്പ്പോഴും തുല്യമായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഈ ഡിസ്റ്റൻസുകളൊക്കെ തുല്യമായിരിക്കും. അതും എത്രയാണെന്നാണ് നമുക്ക് കണ്ടെത്താനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ സർക്കം സെന്ററിന് ഒരു പേര് കൊടുക്കുന്നുണ്ട്. D എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എങ്ങനെ കാണും? അപ്പൊ ഈ ഡിയുടെ ആദ്യം ഈ ഡിയുടെ കോർഡിനേറ്റ് കാണണം. അപ്പൊ നമുക്ക് അത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വെറുതെ x, y എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ തൽക്കാലം x, y എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് കാണണം? ഈ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് സർക്കം റേഡിയസുകളൊക്കെ എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും AD = DB = DC ആയിരിക്കും അല്ലെ. ഈ ഡിസ്റ്റൻസുകളൊക്കെ തുല്യമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. കാരണം സർക്കം റേഡിയസ് ആണ്, അതല്ല എപ്പോഴും തുല്യമായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇതിന് തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് AD² = DB² = DC² എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതെല്ലാതും ഈക്വൽ ആണ്. അപ്പൊ ഇതിനൊന്ന് മാറ്റിയിട്ട് സ്ക്വയറുകൾ ഇട്ടാലും അത് ഈക്വൽ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? ഡിസ്റ്റൻസ് ഫോർമുലയിൽ എന്താ പറയുന്നത്? 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് √(x1 - x2) y1 - y2 ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഡിസ്റ്റൻസ് ഫോർമുലയിലെ x1 ഉം x2 ഉം y1 ഉം y2 എന്താണ്? x1 y1 എന്ന് പറയുന്നത് ഒരു പോയിന്റ്, x2 y2 എന്ന് പറയുന്നത് മറ്റേ പോയിന്റ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് കാണുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് ഫോർമുലയിൽ തന്നെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഈ റൂട്ടിന് പകരം എങ്ങനെ എഴുതാം? സ്ക്വയർ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ AD എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. AD, എയും ഡിയും തമ്മിലുള്ള അകലം അതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? √(x - 1) അല്ലെ. എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ എടുക്കുക. അതേപോലെ y കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ എടുക്കുക. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഫോർമുല. y - 2 ഇങ്ങനെയാണ് നമ്മൾ AD കണ്ടെത്തുക. അപ്പൊ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ റൂട്ടിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? രണ്ടോടത്തത് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ AD² ഇങ്ങനെ എഴുതാലോ. എഴുതാം. AD² ഇങ്ങനെ വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുലയിൽ മാറ്റി എഴുതാം സ്ക്വയർ രൂപത്തിൽ. കാൽക്കുലേഷൻ ഒന്നും കൂടി എളുപ്പമാക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് മാത്രം കേട്ടോ. ഇനി എന്ത് ചെയ്യും? ഇത് A-B² ആണ്. അതിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. എങ്ങനെയാണ്? x² - 2 × x × 1 + 1². x² - 2 × x × 1 എന്ന് പറഞ്ഞാൽ 2x - 2x + 1² എന്ന് പറഞ്ഞാൽ 1. അതെഴുതി
പ്ലസ് ഇനി ഇതുവരെ എക്സ് മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ കൊടുക്കുമ്പോൾ വൈ സ്ക്വയർ എഴുതും മൈനസ് ഇവിടെ മൈനസ് ആണ് അപ്പൊ ഇവിടെ മൈനസ് എഴുതണം 2 ഇൻറ്റു വൈ ഇൻറ്റു 2 ഇൻറ്റു 2 4 ആണ് 4 വൈ കിട്ടും പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അതും എഴുതി. ഇനി ഇതിനൊന്നും കൂടി നമ്മളൊന്ന് സിമ്പിൾ ആക്കിയിട്ട് എഴുതുകയാണ്. എക്സ് സ്ക്വയർ ആദ്യം എഴുതി പ്ലസ് വൈ സ്ക്വയർ ഒരു ഭംഗിക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഒരുമിച്ച് എഴുതി. എക്സ് ഉള്ള ടേം എന്താണ് മൈനസ് 2x ആണ് അത് എഴുതി. വൈ ഉള്ള ടേം എന്താണ് മൈനസ് 4y ആണ് അത് എഴുതി. ഇനി നമ്പേഴ്സ് ഏതൊക്കെ വരുന്നത് 1 വരുന്നുണ്ട് 4 വരുന്നുണ്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര വരിക 1 + 4 = 5 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എ ഡി സ്ക്വയറിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് ഡി ബി സ്ക്വയർ കാണാൻ പറ്റും. ഡി ബി സ്ക്വയർ എത്രയാണ് ഡി ബി സ്ക്വയർ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ എങ്ങനെ വരും എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി വീണ്ടും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 ഇൻറ്റു 2 4 ആണ്. അപ്പൊ 4x പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഈ പ്ലസ് എഴുതി. ഇനി അടുത്തത് വൈ സ്ക്വയർ എഴുതി മൈനസ് ആണ് എഴുതി 2 ഇൻറ്റു വൈ ഇൻറ്റു 3 2 ഇൻറ്റു 3 6 ആണ് 6y വരും പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആദ്യം എഴുതി പ്ലസ് വൈ സ്ക്വയർ ഉണ്ട് അത് എഴുതി മൈനസ് 4x എക്സ് ഉള്ള ടേം മൈനസ് 4x ആണ് വൈ ഉള്ള ടേമോ മൈനസ് 6y ആണ് പ്ലസ് 4 ഉണ്ട് പ്ലസ് 9 ഉണ്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ പ്ലസ് 13 അതും എഴുതി. ഇനി എന്ത് ചെയ്യണം ഡി ബി സ്ക്വയർ കണ്ടു. അടുത്തത് സി ഡി സ്ക്വയർ കാണണം. അപ്പൊ സി ഡി സ്ക്വയർ ഈക്വൽ ടു എന്താണ് ഇവിടെ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അതിന്റെ സ്ക്വയർ എടുത്തു പ്ലസ് വൈ കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആണ് അത് എഴുതി 2 ഇൻറ്റു എക്സ് ഇൻറ്റു 3 2 ഇൻറ്റു 3 6 6x പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ് പ്ലസ് എഴുതി വൈ സ്ക്വയർ എഴുതി മൈനസ് ആണ് എഴുതി 2 ഇൻറ്റു വൈ ഇൻറ്റു 2 2y പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത് ഒന്നും കൂടി ചുരുക്കി എഴുതാം. എങ്ങനെ എഴുതുക എക്സ് സ്ക്വയർ ഇവിടെ വൈ സ്ക്വയർ ഉണ്ട് കേട്ടോ വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ പ്ലസ് 1 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x എക്സ് ഉള്ള ടേം എഴുതി മൈനസ് 2y വൈ ഉള്ള ടേം എഴുതി 9ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ 10. അപ്പൊ ഈ രീതിയിൽ മാറ്റി എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട് എ ഡി സ്ക്വയർ ഈക്വൽ ടു ഡി ബി സ്ക്വയർ ഈക്വൽ ടു ഡി സി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. എ ഡി സ്ക്വയറും ബി ഡി സ്ക്വയറും ഡി സി സ്ക്വയറും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ അത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുകയാണ് എ ഡി സ്ക്വയർ ഈക്വൽ ടു ഡി ബി സ്ക്വയർ എ ഡി സ്ക്വയർ ഈക്വൽ ടു ഡി ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം എ ഡി സ്ക്വയർ ഈക്വൽ ടു ഡി ബി സ്ക്വയർ എന്ന് എഴുതുമ്പോൾ എ ഡി എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 4y പ്ലസ് 5 ഈക്വൽ ടു എന്താന്ന് കിട്ടി ഈക്വൽ ടു ഇവിടെ ഡി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y പ്ലസ് 13 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ നോക്കിയേ ഈക്വൽ ടുന്റെ അപ്പുറം ഇപ്പുറം നോക്കുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ വൈ സ്ക്വയർ ഉണ്ട് ഇവിടെയും വൈ സ്ക്വയർ ഉണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. ഇനി എന്ത് നമ്മൾ ചെയ്യണം എക്സ് ഉള്ള ടേമും വൈ ഉള്ള ടേമും ഒക്കെ ഒരു വശത്ത് വെക്കുക നമ്പേഴ്സ് ഒക്കെ മറ്റു വശത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ ഓൾറെഡി എക്സ് ഉള്ള ടേമുകൾ എടുത്ത് എഴുതുകയാണെങ്കിൽ മൈനസ് 2x ഇതിൽ നിന്നും കിട്ടുന്നതാണ് മൈനസ് 2x മൈനസ് 4y അതേപോലെ എഴുതി. ഇനി ഇവിടെ ഒരു മൈനസ് 4x ഉണ്ട് അത് ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 4x ആയി. അതേപോലെ ഇവിടെ മൈനസ് 6y ഉണ്ട് അത് ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 6y ആയി. ഇനി ഈക്വൽ ടു നമ്മൾ എഴുതി ഇവിടെ ഓൾറെഡി ഒരു 13 ഉണ്ട് അത് എഴുതി. ഇനി ഇവിടെ നിന്ന് ആര് വരണം ഈ 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്പേഴ്സ് ഒക്കെ ഒരു സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ 5 ഇപ്പുറത്തേക്ക് പ്ലസ് 5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 5 ആകും. നമുക്ക് എന്ത് എഴുതാം ഇതൊന്നും കൂടി ചുരുക്കി എഴുതാം മൈനസ് 2x ഉണ്ട് പ്ലസ് 4x ഉണ്ട് മൈനസ് 2x പ്ലസ് 4x 4x മൈനസ് 2x എത്രയാണ് 2x വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നം 4ൽ നിന്ന് 2 കുറച്ചാൽ 2 വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ് അല്ലെ 2 എക്സുകളും തമ്മിൽ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ y ഉള്ള ടേമുകൾ എടുക്കുക മൈനസ് 4y ഉണ്ട് പ്ലസ് 6y ഉണ്ട് 6y മൈനസ് 4y എന്ന് പറയുമ്പോൾ പ്ലസ് 2y
ഈക്വൽ ടു 13 മൈനസ് 5 ഈക്വൽ ടു എത്രയാണ് 8 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2x പ്ലസ് 2y ഈക്വൽ ടു 8 എന്ന് കിട്ടി. അത് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് വെക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു ഇക്വേഷൻ കൂടി എടുക്കാം. ഡി ബി സ്ക്വയർ ഈക്വൽ ടു ഡി സി സ്ക്വയർ ആണല്ലേ, ആ ഇക്വേഷൻ ഒന്ന് എടുക്കാം. ഡി ബി സ്ക്വയർ ഈക്വൽ ടു ഡി സി സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡി ബി എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y പ്ലസ് 13. അത് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 2y പ്ലസ് 10 ആണെന്ന് കിട്ടി. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, വൈ സ്ക്വയർ ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്തു. ഈ എക്സ് ടേം ഒക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, നമ്പേഴ്സിനൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. എന്ത് കിട്ടും? മൈനസ് 4x ഉണ്ട്, മൈനസ് 4x എഴുതി, മൈനസ് 6y ഉണ്ട്, അതും എഴുതി. ഇനി ഇവിടെ നിന്ന് മൈനസ് 6x ഇപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് 6x ആവും, അത് എഴുതി. മൈനസ് 2y ഇപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് 2y ആയി, അതും എഴുതി. പ്ലസ് മൈനസ് 2y കൊണ്ടുവന്നു. അപ്പൊ ആൽഫബറ്റ്സ് ഒക്കെ നമ്മൾ വേരിയബിൾസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്പേഴ്സ് ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഈക്വലിന്റെ ഇപ്പുറത്ത് 10 ഓൾറെഡി ഉണ്ട്, അത് എഴുതി. ഇനി ആരാ വരുന്നത്? ഇവിടെ 13 ആണ്. 13 ഇപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് 13 അങ്ങോട്ട് വരുമ്പോ മൈനസ് 13. നമുക്ക് ഇങ്ങനെ കിട്ടി. ഇപ്പൊ ഒന്നുകൂടി ചുരുക്കി എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? മൈനസ് 4x പ്ലസ് 6x എന്ന് പറയുമ്പോ എന്ത് എഴുതാം? 2x. ഇനി അതേപോലെ മൈനസ് 6y ഉണ്ട് പ്ലസ് 2y ഉണ്ട്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം. മൈനസ് 6 പ്ലസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് 4 വരും. മൈനസ് 4y എന്ന് കിട്ടി. ഈക്വൽ ടു 10 മൈനസ് 13. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോ 3 വരും, വലുതിന്റെ ചിഹ്നം മൈനസ് 3. അപ്പൊ മൈനസ് 3 എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. നോക്കി, ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഞാൻ അതേപോലെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യാനാണ് പോകുന്നത്. ഇതിൽ നിന്നും എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെയും 2x ഉണ്ട്, ഇവിടെയും 2x ഉണ്ട്. എന്ത് ചെയ്താലാണ്? ഇതിലത്തെ ഏതെങ്കിലും ഒരു വാല്യൂബിൾ പോയി കിട്ടണം. എക്സോ അല്ലെങ്കിൽ വൈയോ പോയി കിട്ടണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയും 2xും ഇവിടെയും 2xും വന്നതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും ഇതിനെ മൈനസ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും ഇക്വേഷൻ നമ്പർ 2 മൈനസ് ചെയ്താൽ 2x മൈനസ് 2x വരും. അപ്പൊ അത് ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ എക്സിന്റെ ടേം ആണെന്ന് ഒഴിവായി കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും വൈയുടെ വാല്യൂ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എഴുതും ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. എന്ത് കിട്ടും? 2x മൈനസ് 2x ചെയ്യുമ്പോൾ 0 ആവും. 2y മൈനസ് 4y. മൈനസും മൈനസും ഒരുമിച്ചാവുമ്പോൾ പ്ലസ് ആയിട്ട് അത് മാറും. അപ്പൊ മൈനസ് 4y എന്നുള്ളത് മാറിയിട്ട് പ്ലസ് 4y ആവും. 2y പ്ലസ് 4y എത്രയാണ്? പ്ലസ് 6y. ഈക്വൽ ടു 8 മൈനസ് 3. 8 മൈനസ് 3. മൈനസും പ്ലസ് ആവും. 8 പ്ലസ് 3 എന്ന് പറയുമ്പോ 11 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി 6y ഈക്വൽ ടു 11. ഇതിൽ നിന്നും y is equal to 11 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? വൈയുടെ വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വൈയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ല് അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോ അത് y is equal to 11 by 6നെ നമ്മള് put y is equal to 11 by 6 in equation number 1ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? 2 into x plus 2 into y-ക്ക് പകരം 11 by 6 ഈക്വൽ ടു എത്രയാണ്? 2 into x plus 2 into 11 by 6 ഈക്വൽ ടു 8 ആണ്. ഇതിൽ നിന്നും 2x plus 2 into 11 by 6 ആണ്. 2ഉം 6ഉം കൂടി ക്യാൻസൽ ചെയ്യാം. ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ 2ൽ 2 1 ടൈംസ്, 6ൽ 2 3 ടൈംസ്. അപ്പൊ നമുക്ക് കിട്ടി 11 by 3 ഈക്വൽ ടു 8. ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? 2x ഈക്വൽ ടു 8 പ്ലസ് 11 by 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 11 by 3. ഇത് ഒന്നും കൂടി സോൾവ് ചെയ്ത് എത്ര വരും? 8 into 3 24. 24 മൈനസ് 11 എന്ന് പറയുമ്പോൾ 13 ഡിവൈഡഡ് ബൈ 3 കിട്ടി. നമുക്ക് കിട്ടി 2x ഈക്വൽ ടു 13 by 3. ഇതിൽ നിന്നും x കാണാലോ. x എത്രയാണ്? 13 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ആണ്. അത് പ്രത്യേകിച്ച് വരുമ്പോൾ ബൈ 2 ആയിട്ടാണ് വരിക. അപ്പോ ഇൻറ്റു ഇവിടെ താഴെ ഇൻറ്റു 2 ആയിട്ട് വരും അല്ലേ? 13 by 3 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് വരും. കാരണം ഇത് ഡിനോമിനേറ്ററിലേക്ക് പോകും. ഇൻറ്റു 2 ആണ്. അത് പ്രത്യേകിച്ച് പോകുമ്പോൾ ഇത് ഡിനോമിനേറ്ററിലേക്ക് വേണം പോവാനായിട്ട്.
അപ്പൊ അത് എഴുതി നമുക്ക് കിട്ടി 13 ഡിവൈഡഡ് ബൈ 3 into 2 എന്ന് പറയുമ്പോൾ 6. അപ്പൊ നമുക്ക് കിട്ടി 13/6 ആണ് എക്സിന്റെ വില. എക്സും കിട്ടി വൈയും കിട്ടി. അപ്പൊ നമ്മുടെ സർക്കം എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? സർക്കം സെന്റർ, പരിവൃത്ത കേന്ദ്രം. അത് എത്രയെന്ന് കിട്ടി? എക്സ് കോമ വൈ ആണ് നമ്മൾ എടുത്ത്. എക്സിന്റെ വാല്യൂ 13/6 ആണ്, കോമ 11 ഡിവൈഡഡ് ബൈ 6 വൈയുടെ വാല്യൂ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ സർക്കം റേഡിയസും കൂടി കാണേണ്ടതായിട്ടുണ്ട് അല്ലെ? പരിവൃത്തത്തിന്റെ ആരം കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ കാണും? നമുക്കറിയാം ഇവിടെ എ ഡി എന്ന് പറയുന്നതും ഡി ബി എന്ന് പറയുന്നതും ഡി സി എന്ന് പറയുന്നതും ഒക്കെ അതിന്റെ സർക്കം റേഡിയസ് ആണ് അല്ലെ? പരിവൃത്ത ആരം തന്നെയാണ്. അപ്പൊ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് കാണാം. ഞാൻ ഇവിടെ എ ഡി എന്ന് എടുക്കുന്നുണ്ട്. ഡി ബി എടുത്താലും ശരി തന്നെയാണ്, ഡി സി എടുത്താലും ശരി തന്നെയാണ്. ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കാണാം കേട്ടോ. എ ഡി കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ്. ഇവിടെ ഡി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞു. ഇതല്ലേ നമ്മുടെ സർക്കം സെന്റർ. ഇപ്പൊ ഡിക്ക് പകരമാണ് നമുക്ക് ഇത് കിട്ടിയുള്ളത്. 13/6, 11/6 ആണ്. ഈ പോയിന്റും ഉപയോഗിച്ചാൽ നമുക്ക് എ ഡി ഡിസ്റ്റൻസ് കിട്ടും. എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 13/6 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 11/6 - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ നമ്മൾ LCM എടുക്കുകയാണ് ചെയ്യുന്നത്. 13/6 - 1 എന്ന് പറയുമ്പോൾ -6 പ്ലസ് -1 into 6, അതായത് -6 പ്ലസ് 13 എന്ന് പറയുമ്പോൾ 13 - 6 എത്രയാണ്? 7/6 ഹോൾ സ്ക്വയർ അതേപോലെ ഇട്ടു പ്ലസ് 11 - 12 വരും -1/6 ഹോൾ സ്ക്വയർ. ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? ഈക്വൽ ടു റൂട്ട് ഓഫ് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്, ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്, പ്ലസ് അതേപോലെ ഇട്ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബൈ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. ഡിനോമിനേറ്ററുകൾ സെയിം ആണ്, അപ്പൊ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടാം അല്ലെ? ഛേദം സെയിം ആണ്, അപ്പൊ നമുക്ക് അംശം തമ്മിൽ കൂട്ടാൻ പറ്റും. റൂട്ട് ഓഫ് 49 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 50 ഡിവൈഡഡ് ബൈ 36 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇവിടെ 36 പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ? റൂട്ട് നമുക്ക് രണ്ടും കൊടുത്തത് സെപ്പറേറ്റ് കൊടുക്കാം. മൊത്തത്തിലുള്ള റൂട്ട് അല്ലേ? അപ്പൊ റൂട്ട് 50 ഡിവൈഡഡ് ബൈ റൂട്ട് 36 എന്ന് പറഞ്ഞിട്ട് ഇതിന് മാറ്റി എഴുതാം. അതായത് റൂട്ട് 50 ഡിവൈഡഡ് ബൈ റൂട്ട് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36ന്റെ റൂട്ട് 6 ആണ്. അപ്പൊ അത് എഴുതി. ഈ റൂട്ട് 50 വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കി എഴുതാം കേട്ടോ. 50യുടെ റൂട്ട് എങ്ങനെ കാണും? നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പൊ 25 കിട്ടും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. അപ്പോ 50 എന്ന് പറയുന്നത് ഈക്വൽ ടു 2 into 5 into 5 ആണ്. റൂട്ട് 50 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് റൂട്ട് എഴുതണം. അപ്പോൾ രണ്ട് സംഖ്യകൾ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരേ സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ച് വന്നാൽ നമ്മൾ അതിന് പകരം റൂട്ടിന്റെ പുറത്തേക്ക് ഒരു പ്രാവശ്യം അതിനെ എടുക്കല്ലേ ചെയ്യാം. അപ്പൊ 2 5 ഉണ്ട്, അപ്പൊ പുറത്തേക്ക് റൂട്ടിന്റെ പുറത്തേക്ക് ആ ഒരു 5നെ എടുത്തു. ബാക്കി റൂട്ടിന്റെ ഉള്ളിൽ ആരുണ്ട്? 2 ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടി 5 √ 2 ആണ് റൂട്ട് 50 എന്ന് പറയുന്നത്. അപ്പൊ റൂട്ട് 50ക്ക് പകരം 5 √ 2 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞിട്ട് എഴുതാം. നമുക്ക് എ ഡി എന്ന് പറഞ്ഞുള്ള ഡിസ്റ്റൻസ് 5 √ 2/6. അപ്പൊ അതാണ് നമ്മുടെ സർക്കം റേഡിയസ്, പരിവൃത്തത്തിന്റെ ആരം ആണ് ഈ എ ഡി എന്ന് പറയുന്നത്. അപ്പൊ അതും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. കിട്ടിയല്ലോ? അപ്പൊ അത്രേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതോട് കൂടിയിട്ട് ആ ചാപ്റ്ററിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാവരും ഇത് കണ്ടു നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.